ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ARM വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും രണ്ട് ഫ്രണ്ട്സും ജൂബിൻ ആൻഡ് ശ്രുതി. നമ്മളൊരു ദിവസം നൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ വെളുപ്പിന് അവിടെ എത്തി. അതേ ഈവനിങ് റിട്ടേൺ വന്ന് നൈറ്റ് വീട്ടിലെത്തി. അങ്ങനെയാണ്, എവിടെയും സ്റ്റേയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ മിനിമം ബഡ്ജറ്റിലാണ് പോയി വന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 4000 ബിലോ ആണ് നമുക്ക് 4 പേർക്കും കൂടി ആയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് സ്പോട്ട് ചെയ്തത് ഈ പുള്ളേനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ തന്നെ ആളെ ഒന്ന് ക്യാപ്ചർ ചെയ്തത്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര പ്രൗഡിയിലായിരുന്നു പുള്ളി നോക്കുന്നുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, തലയൊക്കെ എടുത്ത് വെച്ച് അടിപൊളിയായിരുന്നേ. നമ്മൾ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ആളെ ഒന്ന് സ്പോട്ട് ചെയ്യുന്നത്. കാരണം വീഡിയോയിലും ക്ലിയറായി കിട്ടണ്ടേ. ആൾക്കെന്തോ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് കഴുത്തിൽ. കമ്പ് എന്തെങ്കിലും കുത്തിക്കയറിയതാണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ എങ്ങനെയൊക്കെയോ ടോർച്ചും കാര്യങ്ങളൊക്കെ അടിച്ചാണ് ആളെ ഒന്ന് സ്പോട്ട് ചെയ്തത്. മൂത്തടിച്ച് ശല്യംകാരൻ നിന്ന് എടുത്തിട്ട് പോട്ടത്. ചാടി കാണാൻ വന്ന ഞാണ്ടല്ലോ ജോലി. എന്റെ വണ്ടിയാ പോകുന്നത്. സൗണ്ട് ഉണ്ടാക്കാടാ. ടോർച്ച് എന്റെ മൂത്തടിച്ച് സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് മര്യാദയ്ക്ക് കുഴപ്പമില്ല. അങ്ങനെ അത് തിരിച്ചു പോയി. കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ശല്യങ്ങൾ വീഡിയോ എടുത്തിട്ട് പോട്ടെ എന്ന് ചോദിച്ചായിരിക്കും നിന്ന് തന്നു. നമ്മൾ വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. അവിടെ കാറിൽ റെസ്റ്റ് എടുത്തു. ഒരു 7 ഒക്കെ ആയപ്പോഴത്തേക്കും എണീറ്റു. സൺറൈസ് ആയപ്പോഴത്തേക്കും. ആൻഡ് എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പം മൂന്നാർ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ എക്സ്പ്രസ് ചെയ്ത് പോകുന്നതാണ്. ആ ഒരു സൺറൈസും ആ ഒരു ബ്യൂട്ടിഫുൾ വെതറും നേച്ചറിൻ്റെ ആ ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിയും എല്ലാം കണ്ട് കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. കടകളൊന്നും അധികം തുറന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ 1-2 കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഏർലി മോർണിംഗ് അല്ലേ. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ മലയണ്ണാനും കുരങ്ങന്മാരും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളധികം ഈ ട്രിപ്പിൽ അധികം ആനിമൽസിനെ ഒന്നും സ്പോട്ട് ചെയ്തില്ല കേട്ടോ. ആകെ കണ്ടത് കുറച്ച് മ്ലാവിനെ കണ്ടു, മങ്കീസ്, അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പിന്നെ മലയണ്ണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, ആ മരത്തിൽ മലയണ്ണാനുണ്ട്. ആ മലയണ്ണാനെ കണ്ടു. പിന്നെ ആനേനെ ഒന്നും കണ്ടില്ല കേട്ടോ. ഇത് കണ്ടോ, മലയണ്ണാൻ ആ മരത്തിൽ കിടന്ന് കളിക്കുന്ന. ആ മരത്തിൽ കുറേ ഉണ്ടായിരുന്നു, കുറേ മങ്കീസും ഉണ്ടായിരുന്നു അവിടെ. നമ്മളങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെയൊക്കെ കളിയും അതുപോലെ നേച്ചറും ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. ആനയൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് പക്ഷെ നമ്മളൊന്നിനെയും കണ്ടില്ല കേട്ടോ. ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ. പിന്നെ പറഞ്ഞായിരുന്നു ചൂടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെളിയിലേക്ക് ഇപ്പോൾ ഇറങ്ങാറില്ല. വെള്ളമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത് കൂടെ ഒഴുകുന്ന അരുവിയിലൊന്നും. അതുകൊണ്ടായിരിക്കും എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഉള്ള ഏരിയ, ആനയൊക്കെ ഉള്ള ഏരിയ ആണ്, പക്ഷെ ഉപദ്രവിക്കാത്ത ആനകളാണ്. അതായത് അങ്ങനെ ഉപദ്രവം ഇല്ലാത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ വിട്ടത് വട്ടവടയ്ക്കാണ്. ഞാൻ ഇതിൽ ഫുള്ളായിട്ട് വോയിസ് ഓവർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഓരോന്നും കാണുമ്പോൾ ഉള്ള നമ്മുടെ എക്സ്പ്രഷൻസും റിയാക്ഷൻസും ഒക്കെ ഓൾറെഡി വീഡിയോയിലുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം രസം ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് വന്ന ആ ഒരു നാച്ചുറലായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു വീഡിയോയിലുള്ള ആ റിയാക്ഷൻസും കാര്യങ്ങളും മതി. ഞാൻ വോയിസ് ഓവർ ചെയ്ത് കൂടുതൽ വൃത്തികേടാക്കുന്നില്ലേ വീഡിയോ. പിന്നെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലാണ്, അതായത് ഈ വീഡിയോ കാണുന്നവരുടെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും കയ്യിലാണ് നമ്മുടെ ചാനലിൻ്റെ ലൈഫ് കിടക്കുന്നത്. പുതിയ ചാനലാണ്. ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനും എഡിറ്റിംഗ് ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. എല്ലാവരും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത് റിക്വസ്റ്റാണ്. എന്തെങ്കിലും കറക്ഷൻസ് എന്തെങ്കിലും അല്ല, ഒബ്വിയസ്ലി ഉണ്ടാവും, ചേഞ്ചസ് വരുത്താനുണ്ടാവും. കാരണം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ. അപ്പോൾ എന്ത് മാറ്റം വരുത്തണം, എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ത്രൂ അറിയിക്കാം. കാരണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലല്ലേ നമുക്കറിയുള്ളൂ. അപ്പം അത് കമൻറ്റ് ത്രൂ അറിയിക്കാം. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. ഇവിടെ കടയൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. അത് മറ്റേ ആലയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ കറക്കിട്ട് തീ വരുന്നത് കടകളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം അടച്ചിട്ടേക്കല്ലേ. ഉള്ളൂ, ഇവിടെ കട തുറക്കാൻ സമയമായിട്ടില്ല. അവന്റെ ശരീരം പൊളിയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഈ ആനവണ്ടി കാണുന്നത് മലയാളികൾക്കൊരു വികാരമാണല്ലേ. അത് ആനവണ്ടി കണ്ടപ്പോൾ അവൻ്റെ ആ ഒരു സന്തോഷം കണ്ടു. അങ്ങനെ നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ നമ്മൾ വണ്ടിയുടെ നമ്പറും എത്ര പേരുണ്ട് അങ്ങനെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറി വട്ടവടയിലെത്തി. അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചത്. എന്ത് ഭംഗിയല്ലേ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ സൺലൈറ്റ് വരുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മൈതാനം പോലത്തെ സ്ഥലം എത്തിയോ. മുന്നേ അവർ പോയപ്പം അവരവിടെ നിർത്തിയപ്പം ഫോറസ്റ്റുകാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇപ്പം അവിടെ ബസ് നിർത്തിയിട്ടപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെയെന്നാണ് പ്രശ്നം. അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും ഇതായിരിക്കും അവരുടെ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസും കാര്യങ്ങളും കോട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു അടിപൊളി മൈതാനം പോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ, നല്ല ഭംഗി. ആ പുല്ലുന്നൊക്കെ ഇങ്ങനെ തണുപ്പിൻ്റെ ആ ഒരു ഫോം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വെയിലടിക്കുമ്പോൾ. അത് ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ആവണമെന്നാണ്, പക്ഷെ അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ റോഡും രക്ഷയില്ലാത്ത റോഡാണ്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയ റെസ്റ്റോറൻ്റാണ്. നമ്മളിവിടെ കയറിയത് ഈ ഒരു വ്യൂ മാത്രം കണ്ട് കയറിയതാണ്. ഈ താഴെ കാണുന്നത് മൊത്തം സ്ട്രോബെറിയും പിന്നെ അങ്ങനെ കുറേ അതുമൊക്കെ കൃഷി ചെയ്യണ സ്ഥലമാണ്. സ്ട്രോബെറി ഒരു രക്ഷയില്ല. ഞങ്ങൾ കയറി ട്രൈ ചെയ്തായിരുന്നു, സ്ട്രോബെറി ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു 3 നെയ് റോസ്റ്റും ഒരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ആ വീഡിയോ ഒരു സെൽഫി വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല, സത്യം പറയാലോ. ഒരു ഓക്കെ വിശന്നിരുന്നാൽ കഴിക്കാം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വ്യൂ കണ്ടിട്ടാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ട ആ സ്ട്രോബെറി തോട്ടത്തിലേക്കാട്ടോ ഇനി പോകുന്നത്. ഇതിൻ്റെ ഒന്നും ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. കാരണം നമ്മൾ തന്നെ സംസാരിക്കുന്നതുകൊണ്ട് അതിൽ. பெரிய ஃபான்ஸ் இருக்கு, ரொம்ப ஃபான்ஸ் இருக்கு. நான் ഇവനെ കെട്ടിട്ടേക്കുന്നുണ്ടോ? ഇതിലേ പോയി കഴിഞ്ഞാൽ അടിപൊളി സ്ട്രോബെറി തോട്ടമുണ്ട്. അതെന്താ അറിയോ, ആ പുള്ളി പോയത് കണ്ടോ, 2 കവർ നിറയെ സ്ട്രോബെറി ആയിട്ട് പോയതാണ്. സാമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി കേൾക്കാത്ത പോലെ പോയി കളഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ചോദിച്ചത് കേട്ടു എന്ന് അറിഞ്ഞാലല്ലേ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുള്ളത്. ഇപ്പം തരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കേൾക്കാത്ത പോലെ പോയിന്ന്. നല്ല രസം. എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ബോക്സ് എത്ര ഉണ്ടാവും? നമ്മളവിടെ പെർമിഷൻ വാങ്ങി സ്ട്രോബെറി തോട്ടത്തിൽ കയറി. ആ ചേട്ടനോട് ചേട്ടൻ നനയ്ക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് ഒരു സ്ട്രോബെറി എടുത്ത് കഴിക്കാൻ വേണ്ടി നോക്കി. ആ സ്ട്രോബെറി കഴിച്ചിട്ട് ഞാൻ
എക്സ്പ്രഷൻ ഇടുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല. സ്ട്രോബെറിയുടെ നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട്. നമുക്കിവിടെ ബോക്സ് കിട്ടുന്നൊന്നും കൊള്ളത്തില്ല, ഭയങ്കര പുളിയായിരിക്കും. പക്ഷേ ഇതിന് ആ സ്ട്രോബെറിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു എക്സ്പ്രഷൻ അതിന് ഞാൻ പറയുന്നത്, എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയല്ല കേട്ടോ എന്ന്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, കൊള്ളല്ലേ? മറ്റേ സാധനം റാസ്ബെറി അല്ലേ ഇത്? അതൊക്കെ ഇവിടെ വളരൂ. പ്രാഷൻ ഫ്രൂട്ട് ഇത് കണ്ടു, ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് പേർപ്പിൾ കളറിൽ പാഷൻ ഫ്രൂട്ട് കാണുന്നത്. അവിടെയാണെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ ബ്രോക്കോളി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ബെറീസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഷോക്കിംഗ് ആയിരുന്നു. ബ്ലാക്ക് ബെറീസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഈ സ്ട്രോബെറിക്കാണെങ്കിലും ആദ്യമേ ആ ചേട്ടൻ 150 റുപ്പീസ് ബോക്സിന് പറഞ്ഞെങ്കിലും പിന്നെ നമ്മൾ സംസാരിച്ച് 1/2 കിലോ 150ക്ക് തരാമെന്ന് പറഞ്ഞായിരുന്നേ. പക്ഷെ ആൾ വരാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങാണ്ട് പോരുകയാണ് ചെയ്ത്. ഇത് കണ്ടോ, ഈ മുന്നേ കണ്ടത് ഗ്രീൻ പീസാണ്, ആൻഡ് ഇത് ക്യാബേജ്. ഇത് വേറെ തോട്ടമാണ്. ഇവിടുത്തെ സ്ട്രോബെറി ഈ കളറിലായിരുന്നു, പക്ഷെ ഭയങ്കര സ്വീറ്റായിരുന്നു. പിന്നെ ആ ചേച്ചിയുടെ ഈ സ്ട്രോബെറി വൈന്, സ്ട്രോബെറി ജാമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വൈൻ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് വാങ്ങുകയും ചെയ്തു കേട്ടോ. ഒരു 1/2 ലിറ്റർ വാങ്ങി 150 റുപ്പീസിന്. പക്ഷേ 1/2 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ ഒരു 3/4 ഭാഗത്തോളം തന്നിട്ടുണ്ടായിരുന്നേ. അത് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വൈൻ ടേസ്റ്റ്. എന്നുവെച്ചാൽ വൈനിൻ്റെ ആ ചവർപ്പും കാര്യങ്ങളും അത് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തൊണ്ടയിലും ഒക്കെ ഒരു സ്വീറ്റ്നെസ്സാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓൺ ദ വേ ബാക്ക് അവിടെ ഇവിടെയൊക്കെ നിർത്തി കുറച്ച് നല്ല സീൻസ് കാണുമ്പോൾ അവിടെയൊക്കെ നിർത്തി വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഞങ്ങളതിന് പറയുകയും ചെയ്തു. നമ്മളിതൊക്കെ വീഡിയോയിൽ എടുത്തിട്ട് നമ്മൾ ഈ കണ്ണിൽ കാണുന്ന ആ ഒരു ഭംഗി എന്തായാലും വീഡിയോയിൽ കിട്ടില്ലല്ലോ എന്ന്. പക്ഷെ ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിങ്ങനെ വോയിസ് ഓവർ ചെയ്യാനായിട്ട് എടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് അന്ന് കണ്ട ആ ഒരു ഇതിലും കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, നമ്മളത് കണ്ട സാധനം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ ആ ഭംഗിയുണ്ട്, രസമുണ്ട് കാണാൻ. എനിക്ക് എന്തായാലും വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, പുതിയ ചാനലാണ്. ലോങ് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ആൻഡ് അതിൻ്റേതായ എല്ലാ കുറവുകളും കാണും. എല്ലാം ഒന്ന് നിങ്ങളാണ് ഇതിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളത് നിങ്ങളാണ് ഇനി പറഞ്ഞു തരേണ്ടത്. അത് ചെയ്യണം, കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതുപോലെ ചേഞ്ചസ് വരുത്താം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതല്ലേ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ടാണ്. അപ്പം ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല, ഞാൻ നിർത്തുവാണ്. വീഡിയോ കാണുക. കൂടുതലൊന്നുമില്ല, നമ്മളിനി റിട്ടേൺ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരോടും ലാസ്റ്റായിട്ട് ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്, വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക, എന്തൊക്കെ ചേഞ്ചസ് വേണം എന്നുള്ളത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കിട്ടിയാലേ നമുക്ക് നമ്മുടെ ചാനലും വീഡിയോസും കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ കണ്ടിട്ട് എൻജോയ് ചെയ്ത് അതിനനുസരിച്ചുള്ള എന്താണെന്നുള്ളത് കമൻറ്റ് വഴി അറിയിച്ചാൽ മതി. ഈ മങ്കീസ് ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. പക്ഷേ ഇവരുടെ ബിഹേവിയർ വാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഈ തീരെ കുഞ്ഞന്മാരെ കണ്ടോ, കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലൊക്കെ മുടി ഫുള്ളായിട്ട് വന്നിട്ട് പോലും ഇല്ല. അവറ്റകളൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സേഫായിട്ട് കൊണ്ടു നടക്കുക. പിന്നെ ഒരു കുരങ്ങനുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ ആ വിൻഡോ അങ്ങ് തുറക്കുമ്പോഴത്തേക്കും പുള്ളി അങ്ങ് ഇങ്ങനെ 2 കാലം നിന്ന് തലയൊക്കെ തലയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് നോക്കുമായിരുന്നു അകത്തുനിന്ന് പ്ലാസ്റ്റിക് കവറിന് സൗണ്ട് കേൾക്കുമ്പോൾ. പിന്നെ ഇവരുടെ ഹെയർ കണ്ടോ, ഇങ്ങനെ മറ്റേ സ്ട്രെയിറ്റൻ ചെയ്ത ഹെയർ പോലെ ഇങ്ങനെ കുറ്റി പോലെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ മങ്കീസിൻ്റെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്തിരിക്കാൻ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. നല്ല രസമാണ് ഇവരാണെങ്കിൽ പിന്നെ മനുഷ്യരായിട്ടൊക്കെ നല്ലപോലെ ഇടപഴകി പരിചയമുള്ളതുകൊണ്ടോ തോന്നുന്നു. നമ്മളങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരും, അങ്ങനത്തെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് പേടി കൂടുതലായതുകൊണ്ടാണ്. അല്ലാണ്ട് അങ്ങനെ പേടിപ്പിക്കാനും വേണ്ടി ഒന്നും അവർ ചെയ്തിട്ടില്ലേ. നല്ല രസം ഇവരുടെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാനും വേണ്ടി.
വെള്ളം കണ്ടിട്ട് ബിസ്ക്കറ്റ് എടുത്തോണ്ട് പോയി പോണത്. സ്കാൻ ചെയ്യാൻ ഞാൻ നെറ്റില്ല അല്ലെങ്കിൽ ഞാൻ സ്കാൻ ചെയ്ത് ചോദിച്ച് സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുത്ത് വെച്ചത്. ഇതെന്ത് സാധനം എനിക്കാണെങ്കിൽ വയറുവേദന എടുത്തിട്ട് ഒരു ശകലം പറ്റുന്നില്ല. പെയിൻ കില്ലർ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിർത്തിയിട്ട് വാങ്ങാം. ഞാൻ എൻ്റെ കയ്യിലില്ല. ഫ്രണ്ട് വേണമെങ്കിൽ ക്യാമറയിലെടുത്ത് ഫോണിൽ പറ്റി തരും. 30 രൂപ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ. 30 രൂപ ഉള്ളു കേട്ടോ. ക്യാമറയിലെടുത്ത് ഫോൺ കഴിച്ച് തരും. നല്ല ക്ലാരിറ്റി ഉണ്ടാവും. മൊബൈലിലെടുക്കുന്ന കാട്ടിലും ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. മൊബൈലിലെടുത്ത് നമ്മൾ സൂം ചെയ്താൽ ബ്ലർ വരില്ല, അങ്ങനെയൊക്കെ വരില്ല. അതിങ്ങോട്ടുള്ള വരവാ കേട്ടോ. എല്ലാത്തിനും ഡീൽ ചെയ്ത് കിട്ടും. ഞാൻ പോയെന്നും പറഞ്ഞിട്ട് പിന്നെയും വന്നു എന്ന് വിചാരിക്കേണ്ട. ഇതൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുത്തുതരാൻ ക്യാമറയിൽ. നമ്മൾ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ സൂം ചെയ്യുമ്പോൾ ക്ലിയർ ആവില്ല എന്നൊക്കെ. 30 രൂപയേ ഉള്ളൂ ഫോട്ടോസിന്. അതുപോലെ അവിടെ കുറച്ച് വേറെ 2-3 പേരുണ്ടായിരുന്നേ. മറ്റേ ഡ്രോണിൽ വീഡിയോ എടുത്തു തരും. 300 രൂപയാണ് 1 മിനിറ്റ് ഷോട്ടിന്. അപ്പം ഇതുപോലെ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കും. നമ്മൾ എടുക്കണം എന്ന് പിന്നെ അത് റിഗ്രറ്റ് ആയിരുന്നു എടുക്കണം എന്നുള്ളത്. അപ്പം അതും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം ആർക്കെങ്കിലുമൊക്കെ ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഡ്രോണിലൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ. 300 രൂപയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓൺ ദ വേ ബാക്ക് ഈ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ കയറിയിട്ട് നമ്മൾ ഒരു കാർഡമം ടീ, ഒരു മസാല ടീ, പിന്നെ 2 ചോക്ലേറ്റ്സും 100 ഗ്രാംസ് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ചായക്ക് ഓരോ ബോക്സിന് 150 റുപ്പീസും. ചോക്ലേറ്റ് ആൾ പറഞ്ഞത് നമുക്ക് കുറച്ച് തരികയാണെന്നും പറഞ്ഞിട്ട് 100 ഗ്രാംസിന് 80 റുപ്പീസും വെച്ചാണ് തന്നത്. ചോക്ലേറ്റും ചായപ്പൊടിയൊക്കെ അടിപൊളിയായിരുന്നു. ചായപ്പൊടി പക്ഷേ എനിക്ക് തോന്നുന്നു, പക്ഷേ നമ്മൾ പാൽ ചായയൊക്കെ ഇടണമെങ്കിൽ കുറേ പൊടി ഇടണം, എന്നാലേ കടുപ്പം കിട്ടുള്ളൂ. അതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതല്ലാതാണെങ്കിൽ ഏലക്കയുടെ മണമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ഏലക്കയുടെ വില ചോദിച്ചു. എൻ്റെ പൊന്നോ, 1 കിലോയ്ക്ക് 1900 രൂപ പറഞ്ഞു. അതാണെങ്കിൽ മിനിമം 1 കിലോ ആയിട്ടേ കൊടുക്കത്തുള്ളൂ താനും. അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. ഇനി ഞാൻ ശരിക്കും വോയിസ് ഓവർ നിർത്തിയേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ദയവ് ഇത് ഫുള്ളായിട്ട് കാണുക. ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു. ഞാൻ ബൈ ബൈ പറഞ്ഞു പോയെന്നും പറഞ്ഞ് നിങ്ങൾ കാണാതിരിക്കല്ലേ. ഫുള്ള് വീഡിയോ കാണണം കേട്ടോ.